ഹലോ ഗൈസ്, വെൽക്കം ടു മൈ അനദർ വീഡിയോ. ഈ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഡാറ്റ വാലിഡേഷൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോയാണ്. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുക. അതിൽ 3 ഡാറ്റ വാലിഡേഷൻസ് ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമുള്ള 3 ടൈപ്പ് ഓഫ് ഡാറ്റ വാലിഡേഷനാണ് ഞാനിതിൽ പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. ഇനി അടുത്തതാണ് ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി ക്വാണ്ടിറ്റിയിൽ എങ്ങനെയാണ് ഡാറ്റ വാലിഡേഷൻ കൊടുക്കേണ്ടത്? ഇപ്പോൾ എനിക്കിതിൽ ക്വാണ്ടിറ്റി കൊടുക്കേണ്ടതും മാക്സിമം ക്വാണ്ടിറ്റി 10 ആണ്, മിനിമം ക്വാണ്ടിറ്റി 1 ആണ്. അതിൽ കൂടുതൽ ഇതിൽ ടൈപ്പ് ചെയ്യാൻ പാടില്ല. ആ ഒരു വാലിഡേഷനാണ് എനിക്കിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ വേണ്ടത് നമ്പർ വാലിഡേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്പർ വാലിഡേഷൻ കൊടുക്കാനായിട്ട് ഡാറ്റ ഫുൾ സെലക്ട് ചെയ്തു, ഡാറ്റ വാലിഡേഷൻ എടുത്തു. ഇതിനകത്ത് ക്രൈറ്റീരിയക്കകത്ത് ലിസ്റ്റ് ഫ്രം റേഞ്ചിന് പകരം ഞാൻ നമ്പർ കൊടുത്തു. ഓക്കെ, നമ്പറിനകത്തും മറ്റേ ഡേറ്റിലുള്ളതുപോലെ തന്നെ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ് ഉണ്ട്. ബിറ്റ്വീൻ, നോട്ട് ബിറ്റ്വീൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ. അപ്പോൾ നമുക്കതിൽ ഏതാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ ആ നമ്പറിൻ്റെ ക്രൈറ്റീരിയ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ വേണ്ടത് എന്താ പറയുക, ബിറ്റ്വീൻ 1 and 10 മതി, അല്ലെങ്കിൽ ലെസ് ദാൻ 10, അങ്ങനെ ഏതെങ്കിലും മതി. ഞാനിപ്പോൾ ഇതിൽ ബിറ്റ്വീൻ 1 and 10 കൊടുത്തു, പ്രൊജക്റ്റ് ഇൻപുട്ട് കൊടുത്തു, ഷോർട്ട് വാലിഡേഷൻ കൊടുത്തു. അപ്പോൾ ഇതിൽ വന്നു എൻ്റെ നമ്പർ ബിറ്റ്വീൻ. ഓക്കെ, സേവ് ചെയ്തു. ഓക്കെ, പിന്നെ ഇനിയപ്പോൾ സേവ് ചെയ്തപ്പോൾ ഇപ്പോൾ അവിടെ ഓൾറെഡി നമ്പർ വാലിഡേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, എനിക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു, ക്വാണ്ടിറ്റി 2 കൊടുത്തു, അതവിടെ വന്നു. പകരം ഞാനവിടെ 20 കൊടുത്താൽ വരില്ല, ഉണ്ടോ? ഓക്കെ, അവിടെ 3 കൊടുത്തു, വന്നു. ഇനിയിപ്പോൾ 0 കൊടുത്താൽ വരില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്പർ വാലിഡേഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഡേറ്റ്, ഫ്രം റേഞ്ച്, ലിസ്റ്റ്, ഇപ്പോൾ നമ്പറും 4 വാലിഡേഷൻ പറഞ്ഞു. ഇനി അടുത്ത വാലിഡേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്, ടെക്സ്റ്റ് വാലിഡേഷൻ. അതായത് ഇനി അടുത്ത എൻ്റെ ഹെഡ് കസ്റ്റമർ ഇമെയിലാണ്. അതിനകത്ത് ഞാൻ ഇനി കൊടുക്കാൻ പോകുന്നത് ടെക്സ്റ്റ് വാലിഡേഷനാണ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞുതരാം. അതായത് ഡി കോളത്തിനകത്ത് ഞാൻ ഡാറ്റ ഫുള്ള് സെലക്ട് ചെയ്തു, ഡാറ്റ വാലിഡേഷൻ കൊടുത്തു. ഓക്കെ, ഇതിനകത്ത് ക്രൈറ്റീരിയക്കകത്ത് ഞാൻ പോയി ഒരു ടെക്സ്റ്റ്, ഓക്കെ, ടെക്സ്റ്റ് എന്നുള്ള സംഭവം ഞാൻ സെലക്ട് ചെയ്തു. ടെക്സ്റ്റിനകത്തും ഇതേപോലെ തന്നെ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ് വരുന്നുണ്ട്. ടെക്സ്റ്റ് കണ്ടെയ്ൻസ്, ടെക്സ്റ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻസ്, ടെക്സ്റ്റ് ഈക്വൽസ്, ടെക്സ്റ്റ് ഇസ് വാലിഡ് ഇമെയിൽ, ടെക്സ്റ്റ് ഇസ് വാലിഡ് UR. ഓക്കെ, ഇത്രയും ഇതാണ്. ഇനി കണ്ടെയ്ൻസ് ആണ് കൊടുക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഏതാണോ കൊടുക്കുന്നത് അതുണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു കസ്റ്റമർ ഇമെയിലാണ്, ഞാനിപ്പോൾ അവിടെ Gmail തന്നെ വേണമെന്നുണ്ടെങ്കിൽ gmail.com കൊടുക്കുകയാണ്. gmail.com കൊടുത്ത് റിജക്റ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവിടെ എനിക്ക് Gmail മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ gmail.com അതെനിക്ക് അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ yahoo.com അതെനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതപ്പോൾ യാഹു ആയതുകൊണ്ട് മാത്രം എനിക്കത് അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതിലെനിക്ക് Gmail മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനത് ഓൾറെഡി കണ്ടെയ്ൻസ് കൊടുത്തേക്കുന്നത് കൊണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതേപോലെ തന്നെ വാലിഡേഷൻ എടുത്തു. ഇപ്പോൾ ഡസ് നോട്ട് കണ്ടെയ്ൻ Gmail കൊടുക്കണമെങ്കിൽ അവിടെ Gmail അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല, ഈക്വൽസ്, അങ്ങനെ ഓരോന്ന് കൊടുക്കും. വാലിഡ് ഇമെയിൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ .com വരുന്ന അല്ലെങ്കിൽ yahoo.com വരുന്ന എല്ലാം തന്നെ, ഓൾമോസ്റ്റ് എല്ലാം തന്നെ അതിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ അവിടെ ഈസ് വാലിഡ് ഇമെയിൽ കൊടുത്തു, റിജക്റ്റ് ഇൻപുട്ട് കൊടുത്തു, സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി ടെക്സ്റ്റ് ഇപ്പോൾ ഇമെയിൽ ID ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈസ് വാലിഡ് ഇമെയിൽ കൊടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കണ്ടെയ്ൻസോ ഡസ് നോട്ട് കണ്ടെയ്ൻസോ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ആ വേർഡ് അവിടെ അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് അവിടെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിലിപ്പോൾ ഞാനിപ്പോൾ ഈ വാലിഡ് ഇമെയിൽ ID കൊടുത്തത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇനിയിപ്പോൾ yahoo കൊടുക്കണമെങ്കിലും അതവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ആണോ? ഓക്കെ, അങ്ങനെ എത്ര ഇമെയിൽ IDs. അപ്പോൾ ടെക്സ്റ്റിൻ്റെ വാലിഡേഷൻസ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളത് നോർമലി ചെയ്യുന്ന വാലിഡേഷൻ എടുത്തു, ടെക്സ്റ്റ് സെലക്ട് ചെയ്തു, ഏത് ടെക്സ്റ്റ് ആണ് നമുക്ക് വാലിഡേഷൻ കൊടുക്കേണ്ടത് അത് പ്രകാരം നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ അങ്ങനെ ആയപ്പോൾ ഇമെയിലിൻ്റെ ഇതിൽ വാലിഡേഷൻ കൊടുത്തു. ഇനി അടുത്തതാണ് ഡെലിവറി സ്റ്റാറ്റസ്. എനിക്കിനി ഡെലിവറി സ്റ്റാറ്റസ് കൊടുക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അവരവിടെ ലിസ്റ്റ് കൊടുത്തിട്ട് ഡെലിവേർഡ് എന്നും പറഞ്ഞ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ചെക്ക് ബോക്സ് കൊടുത്ത് ഡെലിവേർഡ് ആണെങ്കിൽ ജസ്റ്റ് അവർ ടിക്ക് അപ്ഡേറ്റ് ചെയ്യാം.
ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ കൊടുക്കാൻ പോകുന്നത് ജസ്റ്റ് അവർക്കൊരു ടിക്ക് ഓപ്ഷനാണ്. ഡെലിവേർഡ് ആണെങ്കിൽ ടിക്ക് ചെയ്യാം, അൺഡെലിവേർഡ് ആണെങ്കിൽ അൺടിക്ക് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് പിന്നെ ഡെലിവറി സ്റ്റാറ്റസിൻ്റെ ഈ ഡാറ്റ ഫുള്ള് സെലക്ട് ചെയ്തു. ഞാൻ ഡാറ്റ വാലിഡേഷൻ എടുത്തു. ഇതിനകത്ത് ക്രൈറ്റീരിയക്കകത്ത് തന്നെ ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ചെക്ക് ബോക്സ് സെലക്ട് ചെയ്തു, റിജക്റ്റ് കൊടുത്തു, ഷോ വാലിഡേഷൻ കൊടുത്തു. ഇതിലിപ്പോൾ എൻ്റർ ട്രൂ ഓർ ഫോൾസ്, ഇതിലിപ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കത് അടിക്കാം. എൻ്റർ ഡെലിവേർഡ് ഓർ നോട്ട് ഡെലിവേർഡ്. ഓക്കെ, ഇപ്പോൾ ഞാൻ അത് ശ്രദ്ധിച്ചപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ചെക്ക് ബോക്സ് വാലിഡേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ജസ്റ്റ് ഡെലിവേർഡ് ആണെങ്കിൽ ടിക്ക് ചെയ്യാം, അൺഡെലിവേർഡ് ആണെങ്കിൽ ടിക്ക് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ഡെലിവേർഡ് ചെയ്യാനനുസരിച്ച് നമുക്ക് അവിടെ ടിക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഓരോ പർപ്പസ് അനുസരിച്ച് നമ്മൾ ഓരോരോ വാലിഡേഷൻസ് ഗൂഗിൾ ഷീറ്റിൽ കൊടുക്കുന്നത്. ഞാനത് ഓൾറെഡി ഡേറ്റ് വാലിഡേഷൻ പറഞ്ഞു, ടെക്സ്റ്റ് വാലിഡേഷൻ പറഞ്ഞു, നമ്പർ വാലിഡേഷൻ പറഞ്ഞു, ചെക്ക് ബോക്സ് വാലിഡേഷൻ പറഞ്ഞു, ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ഇത്രയും വാലിഡേഷൻസ് ആണ് നോർമലി ആയിട്ട് എല്ലാവരും കോമണി ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ വേറെയും വാലിഡേഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രൈറ്റീരിയക്കകത്ത് പോയിട്ട് കസ്റ്റം ഫോർമുല എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കസ്റ്റം ഫോർമുലയിലേക്ക് കൊടുക്കുകയാണ്. ഇതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ ഇത്ര ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാനത് നിങ്ങൾക്ക് റിവീട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.